കാര്യമൊക്കെ സെറ്റപ്പായിട്ടായിരിക്കും ചെയ്യും. ഞാൻ അനുഭവിക്കണ എനിക്കല്ലേ അറിയുള്ളൂ. എല്ലാവർക്കും അതിന്റെ, മുസ്ലിയാരായാലും തങ്ങളായാലും പെണ്ണല്ലേ. നമ്മളെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അള്ളാഹു കൊടുത്ത എല്ലാ കുറവും എല്ലാ പെണ്ണിനും ഉണ്ടാവും. 2 പെണ്ണ് കെട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കേ, 2 ഭാഗത്തും തീ കത്തിച്ചിട്ട് ചൂട്ടിന്റെ മധ്യത്ത് വിട്ട ഉറുമ്പിന്റെ അവസ്ഥയാണ്. ഇപ്പൊ എത്തും പടച്ചവനെ കത്താൻ എന്നുള്ളത്. ഇതാണ് അവസ്ഥ. അത് പറഞ്ഞുകൊണ്ട് ആദ്യം കിട്ടി ശരിയല്ല എന്ന് 2ാമത്തെ ചാടാനൊന്നും നിൽക്കണ്ട. ഉള്ളതിനെ പെയിന്റ് അടിച്ച് മെയിൻ്റെനൻസൊക്കെ ചെയ്ത് കൊണ്ട് കിടക്കാന്നല്ലാതെ മറ്റിനെ കുറിച്ച് ചിന്തിച്ച് ചതിയിൽ ചെന്ന് വീഴേണ്ട. വളരെ കറക്റ്റായ കാര്യമാണ്. ഇസ്ലാം സംഭവം 4 കെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെടും. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കെട്ടും, തോന്നിയതുപോലെ കെട്ടും, ആരുടെ എന്നെ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞാൽ അവസാനം സംഭവം പ്രശ്നമാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല കുടുംബജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ. ഭർത്താക്കന്മാരാകാൻ പോകുന്ന, വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് അവളെ മതി എന്നൊക്കെ വാശി പിടിച്ച് ചാട്ടിയും പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ ജീവിക്കേണ്ടത് നിങ്ങളാണ്. വാപ്പയല്ല, ഉമ്മയല്ല, ആരുമല്ല. അതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം. വളരെ ആലോചിച്ച് ചെയ്യാവൂ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമേതാ? പെരുമ്പരായൊന്നും ഇസ്ലാമിൽ വമ്പുറ്റോരാരംഭമേറുന്ന ധീരരേ, അമ്പിയ രാജാവിന്റെ ഉമ്പക്കനി മകൾ ഫാത്തിമക്കിണയായൊരു മാരരേ. മഹാനായ മുത്തറസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇണയായി കിട്ടിയില്ലേ. എത്രയോ സഹാബികൾ കൊതിച്ചതാ. അന്ന് വിവാഹത്തിന് പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല. 18 15 എന്നൊന്നും നിയമമില്ലാത്ത കാലമാ. പ്രായവ്യത്യാസം എന്നെ ഒരുപാട് ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതിയുള്ള കാലമാ. എത്രയോ പ്രിയപ്പെട്ട സഹാബികൾ വന്ന് ആരംഭ റസൂലിനോട് ചോദിച്ചതല്ലേ, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് തരൂ നിങ്ങളുടെ റോസാപ്പൂ പൊഴിക്കുന്ന പൊന്നുമോളെ, പനിതീർദളങ്ങളൊന്ന് വീണ് കിടക്കുന്ന സൗകുമാരിതയിലെ ലോകത്തെ പ്രകാശത്തിന്റെ പ്രഭപരത്തി പോര ഫാത്തിമ റളിയല്ലാഹു അൻഹ എനിക്ക് തരുവോ നബിയേ? ഞാൻ തറയിൽ വെക്കാതെ നോക്കിക്കൊള്ളാൻ നബിയേ. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം വന്നത് ഈന്തമരത്തിന്റെ ചോട്ടിലെ പുല്ല് ചെത്തിയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനാണ് അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനാണ്. അതിൽ കൂടുതൽ ഭാഗ്യമിനി അലിയാർ നിങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടോ? ജീവിതത്തിന്റെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് വാരി പുണരുന്ന ഒരു ഇണയെ കിട്ടണമെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ അല്ലാഹു തരുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. അല്ലാഹു തരുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. മലബാറിന്റെ തീരത്ത് എനിക്ക് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ അപകടം പറ്റിയും നിറഞ്ഞപ്പോ ഞാൻ കാണാൻ പോയി. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ സാധാരണ പോകുന്ന വാഹനത്തിലല്ല പോയത്. അതുകൊണ്ട് ഞാനാണ് വരുന്നതെന്നവർക്ക് മനസ്സിലായില്ല. വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്റെ പ്രിയപ്പെട്ട അപകടം പറ്റിയ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ. കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞു പോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ 2 കൈയും ഒരു കൈയും ഒരു കാലും ഒടിഞ്ഞു പോയി. അതേ സിറ്റ് ഔട്ടിലെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ഒടിയാത്ത കാലൊരു സ്റ്റൂളിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലിങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണ്. അല്ലാഹുവേ, വെള്ളം തുണിയിൽ നനച്ചിട്ട് ഭർത്താവിന് കുളിക്കാൻ കഴിയില്ലല്ലോ. ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെന്നപാട് ആ പ്രിയപ്പെട്ട സഹോദരൻ എഴുന്നേറ്റകത്തേക്ക് പോയി. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ്. എന്റെ ഉമ്മ പോലും അപകടത്തിൽ പെട്ടിട്ട് എന്നെ ഒന്ന് കാണാൻ വന്നില്ല. എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ മൂത്രമെടുത്ത് പുറത്തുകൊണ്ട് കളയുന്ന, എനിക്ക് ശുദ്ധീകരിച്ചു തരുന്ന, എന്റെ ശരീരം സംരക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ. അങ്ങനെ എത്രയോ കാഴ്ചകൾ ഈ പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ട്. ചാവക്കാട് നട്ടെല്ല് തളർന്നിട്ട് കിടന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കല്യാണം കഴിച്ച 3ാമത്തെ മാസം നട്ടെല്ല് ഒടിഞ്ഞ് കിടന്നു പോയതാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ടവരെ 4 വർഷത്തോളം പ്രിയപ്പെട്ട ഭാര്യ ആര് പറഞ്ഞിട്ടും കേട്ടില്ല. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഭാര്യമാര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോഴും ഇക്കാ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവന്റെ വിഷമം മാറ്റാൻ, ആ പ്രിയപ്പെട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി 4
4 വർഷത്തോളം കൂടെ നിന്ന് അവസാനം മഹലിലെ ഉസ്താദുമാരും നാട്ടുകാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് മറ്റൊരു കല്യാണത്തിന് മനസ്സ് വെച്ച് ഈ ഭർത്താവിനെ പറഞ്ഞ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒഴിവാക്കലും കഴിഞ്ഞ് പുറത്തു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് അടുക്കളയുടെ പിന്നാമ്പുറത്തെ വാതില് മസിൽ മന്നന് വേണ്ടി തുറന്നു കൊടുക്കുന്ന പെണ്ണ്, കാത്തിരിക്കുന്നൊരു കബറിന്റെ കത്ത് തലയുള്ള പാമ്പുകളാ, കാത്തിരിക്കുന്നൊരു നരകത്തിന്റെ കനൽക്കെട്ടകളാ. ദുനിയാവിന്റെ രസത്തിന് വേണ്ടി അത് ചിന്തിക്കല്ലേ പൊന്നുമോള്. മരണത്തെ ഓർക്കണേ, കബറിനെ ഓർക്കണേ, അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളണേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഭാര്യയായി കിട്ടിയതാ. അതിൽ പര ഒരു ഭാഗ്യമുണ്ടോ? പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ തമാശക്ക് നബിതങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. അപ്പോ നബിതങ്ങൾക്ക് അത് വലിയ സങ്കടമായി. തമാശക്ക് ചോദിച്ചതാ, അങ്ങനെ സങ്കടം ആകില്ല എന്ന് കരുതിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, എത്രയോ സമ്പന്നര് വന്ന് എന്നെ ചോദിച്ചു, എനിക്കറിയാം. കല്യാണത്തിന് മുമ്പാണ്, അലി റളിയല്ലാഹു അൻഹുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിന് ശേഷം. എത്രയോ സൗന്ദര്യമുള്ളവര് ഈ മക്കത്ത് വന്ന് എന്നോട് കല്യാണം ആലോചിച്ചു റസൂലേ, എത്രയോ സമ്പന്നര് വന്ന് കല്യാണം ആലോചിച്ച നബി, അവർക്കൊന്നും കൊടുക്കാതെ അങ്ങയുടെ കരളെന്ന് പറഞ്ഞ ഈ ഫാത്തിമ ഇങ്ങനെ മാറ്റിവെച്ചിരുന്നത് ഖുറൈശികളിൽപ്പെട്ട ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കാനാണോ നബി? വെറുതെ ചോദിച്ചതാ തമാശക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഹരംബ റസൂൽ പറഞ്ഞു, ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു പരലോകത്തെ പണക്കാരനാണ് ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു ഫക്കീറല്ല ഫാത്തിമ, അല്ലാഹുവിന്റെ കോടതിയിലെ പണക്കാരനാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെയാണ് ഞാനും നിങ്ങളും വിജയിക്കേണ്ടത്. അവിടെയാണ് പൊന്നുമോനെ നമ്മൾ വിജയിക്കേണ്ടത്. ദുനിയാവിൽ എത്ര സൗഭാഗ്യം കിട്ടിയാലും, എത്ര നേട്ടങ്ങൾ കിട്ടിയാലും, എന്തൊക്കെ കൈയടക്കി വെച്ചാലും അല്ലാഹുവിന്റെ കോടതിയിൽ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. ദുനിയാവിൽ നിന്നെ മാറ്റിവെക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, കല്ലെറിയട്ടെ, പരിഹസിക്കട്ടെ, ചീത്ത വിളിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, പക്ഷെ അള്ളാന്റെ സത്യസന്ധതയുടെ കോടതിക്ക് മുന്നില് അവിടെ ഏറ്റവും വലിയ വിജയം ഭരിക്കുന്നയാളാവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് വെക്കുക, അവിടെ അള്ളാഹു നോക്കുന്നത് കെട്ടിനപ്പുറമുള്ള തഖ്വയാണ്, മറ്റിനപ്പുറമുള്ള തഖ്വയാണ്, ശൈലിനപ്പുറമുള്ള തഖ്വയാണ്. ആ തഖ്വയുള്ളവർക്ക് വിജയം ഭരിക്കുന്ന ലോകത്ത് എന്റെ അലിയാരിതങ്ങള് സമ്പന്നനാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അലിയാരിതങ്ങൾക്ക് കണ്ണീരായിരുന്നു ഫാത്തിമാരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ. സന്തോഷമുണ്ടെങ്കിലും കണ്ണീരായിരുന്നു. എന്താ കാരണം? നമ്മളെ പോലെ അലി റളിയല്ലാഹു അൻഹുവിന് 1 ലക്ഷം രൂപയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കാശില്ല. മോളെ ത്രാസിൽ കയറ്റി തൂക്കി നോക്കിയിട്ട് 60 കിലോ ഉണ്ട്. 60 കിലോ സ്വർണം, മോളെ തൂക്കത്തിന് തുലാഭാരം പോലെ സ്വർണം കൊടുത്ത് കെട്ടിക്കാനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടുമ്പോ തന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും മാറി മാറി കല്യാണത്തിന്റെ അന്ന് ഉടുത്തൊരുങ്ങി ആഹ്ലാദിക്കാൻ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാൻ കാശില്ല. അല്ലേ? നമ്മുടെയൊക്കെ സഹോദരിമാർ ഇവിടെ വലിയ നിയമങ്ങളില്ലാതിരുന്നിട്ട് പോലും ഒരു 50,000, 1 ലക്ഷം, 2 ലക്ഷം രൂപയുടെ ഡ്രസ്സ് എടുക്കും വീട്ടിൽ ആരുടെ കല്യാണം നടന്നാലും. കണ്ണൂരിലും കാസർഗോഡൊക്കെ പോയാലുണ്ടല്ലോ, ഒരു പുതുമണവാട്ടിയുടെ പെണ്ണിനെടുക്കുന്ന ഡ്രസ്സ് 3 മണവാട്ടിയുടെ ഡ്രസ്സിന്റെ വിലയാണ്. അത്രയ്ക്ക് പവറ. ഉമ്മമാർക്കാണ് ഒരുക്കം, പെമ്മുക്കുട്ടിയേക്കല്ല. ഉമ്മമാർക്കാണ് ഒരുക്കം. എത്ര പണം നമ്മൾ പൊളിച്ചു കളയുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം, എന്റെ കല്യാണം നിങ്ങൾക്കറിയാം, അഭിമാനത്തോടു കൂടി പറയാം, എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കണം. ചുരുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോടി രജിസ്റ്റർ വിവാഹം നടത്തി കളയരുത്. അത് പറഞ്ഞ എനിക്ക് ഞാൻ ചുരുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് അയാളെ വിളിച്ചോണ്ട് രജിസ്റ്റർ വിവാഹം നടത്തി 10-20 രൂപ കേസല്ലേ ഉള്ളൂ, റാഹത്തായി വാക്കവി പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല. അങ്ങനെ എന്റെ പേരിൽ പഴിയാരരുത്. അപ്പോ ചുരുക്കാന്ന് പറഞ്ഞ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ കല്യാണം. അല്ല നമ്മളിപ്പോ നിസ്കരിക്കുന്നു, മറ്റു എല്ലാ കാര്യത്തിലും ഒരു ഇസ്ലാമിയത്തിന്റെ ഒരു ഒഴുക്കുണ്ടായാൽ അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു ആ മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ഇത്തിരിയൊക്കെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, ഒന്ന് പരിശ്രമിക്കാനും ഇച്ചിരി കഷ്ടപ്പെടാനും കൂടെ ഒരു മനസ്സുണ്ടാവണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കവറിന്റെ അകത്ത് ആരും ഉണ്ടാവില്ല സഹോദരൻ. വളരെ പ്രയാസമാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചതെന്താ?
മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുല്ലാണ് ഇദ്ഖർ പുല്ലെന്ന് പറയും. ഇദ്ഖർ പുല്ല് അത് ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് പോയി അതിനെ ചെത്തിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ആ ഇദ്ഖർ പുല്ല് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് മുമ്പ് കച്ചവടം നടത്തുക അലി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതാ. വേങ്ങോടും പാലോടും മഞ്ഞമലയിലും കൊച്ചാലമൂടും വാവറമ്പലത്തും പോത്തങ്കോടും പാച്ചറയിലും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണത്തിന് കാശില്ലാതെ വന്നാൽ എന്താ ചെയ്യാ? പലിശക്കാരനെ വിളിക്കും. അല്ലോ അണ്ണ അങ്ങനെ ഒരു സ്ത്രീധനൊക്കെ ഒരുപാടുണ്ട്, എന്നാലും എന്റെ കയ്യിൽ ഒരു നിലനിൽപ്പിനൊന്നും ഇല്ല, ഒരു 1,00,000 എങ്ങനെയും ഒന്ന് കുറഞ്ഞ പലിശക്ക് എങ്ങനെയും ഇച്ചിരി ഒന്ന് മറിച്ച് തന്ന പിന്നെ 2 മോതിരം മിക്കവാറും റെഡിയാവും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പെണ്ണ് സംഭവമൊക്കെ സെറ്റപ്പാണ്. ഞാൻ കണ്ടു, സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഫോണിലൂടെ ഒന്ന് ചൊല്ലലുണ്ട്, കാര്യങ്ങളൊക്കെ പറയലുണ്ട്. അങ്ങനെ 1,00,000 2,00,000 ഇങ്ങനെ പലിശക്ക് എടുക്കില്ല. ഒരാവശ്യമില്ലാതെ എടുക്കുക, ഒരാവശ്യവുമില്ലല്ലോ. എന്തിനാണ് എടുക്കുക? ഒരാവശ്യമില്ലല്ലോ. വെറുതെ അടിച്ചു വിളിക്കാം. പെണ്ണിന്റെ കൂടെ നടക്കണ്ടേ? കാർ റെന്റിനെടുക്കും. എന്തിനാണ് അല്ലെ? നമുക്കുള്ളത് വെച്ചിട്ട് ഒരു ആഘോഷം പോരെ. എന്നാലും അതുണ്ടെങ്കിലേ പറ്റും. പെണ്ണിനെ കൊണ്ടൊക്കെ ഒന്ന് വിരുന്നിനൊക്കെ പോകുമ്പോ കാറിലൊക്കെ ചെന്ന് ഇറങ്ങി പോകണേ, ചാവിയൊക്കെ ഇറക്കി. കല്യാണം കഴിച്ചുകൊണ്ട് പാരീസ് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആരോടൊന്ന് വെളിയിറങ്ങി കാണൂലല്ലോ. അപ്പൊ ചിലപ്പോ വേഗോടൊന്ന് ടൗൺ കണ്ടാണല്ലോ, 16 മൈൽ വരെ പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും പാരീസ് പോകണമെന്നുണ്ട്. അടുത്ത ആഴ്ച ചിലപ്പോ ശരിയാവും. വിസയ്ക്ക് അപ്ലോഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്ത് ഈ ഡയലോഗ് ഒരു 3-4 മാസം എല്ലാ പണിത്താക്കന്മാരും പണയെന്ന് തന്നെയാണ്. അത് കണ്ടിട്ട് നിനക്കൊരു വെറൈറ്റി ആവാനെങ്കിലും ഒന്ന് ആഗ്രഹിച്ചൂടെ? അത് വേണ്ടാന്ന്. ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ, പക്ഷെ അതും ചിന്തിക്കൂല. നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാ? ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തുക. അള്ളാന്റെ മുന്നിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കണം. അള്ളാന്റെ മുന്നിൽ നടന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പാപ്പരാവാൻ തീരുമാനിച്ചു. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതാണ് മഹാന്മാരെ ഔലിയാക്കൾ, അതാണ് കുത്തുബീങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന പോലെ തോന്നും, പക്ഷെ അള്ളാന്റെ അടുത്ത് അവരൊക്കെ പുതുമണവാളന്മാരെക്കാൾ പവറാണ്. അതുകൊണ്ടാണ് ഔലിയാക്കളെ കുറിച്ച് നമ്മൾ എന്നും അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അലി റളിയല്ലാഹു അൻഹു റജുലൻ സവ്വാൽ, ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. കേട്ടോ, അലിയാര് തങ്ങളുടെ ജീവിതത്തിൽ പൊട്ടി 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 കരഞ്ഞുപോയ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. കേട്ടോ, കൊച്ചാലം മൂടുകാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുപൊന്നുപോലെ സ്വീകരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വവാഅത്തു റജുലൻ സവ്വാൽ, കർഷകനായ ഒരു പ്രിയപ്പെട്ട സഹോദരനെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഇദ്ഖർ പുല്ല് പറക്കാൻ പോയാലോ? ആ സഹോദരൻ പറഞ്ഞു, എങ്ങനെയാ പോകേണ്ടത്? ഒരുപാട് ദൂരത്തല്ലേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 ഒട്ടകം എനിക്കുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്നതാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ പറയുന്ന മറ്റൊന്ന് ബദർ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ആ ഒട്ടകവും കൊണ്ട് നമുക്ക് പോകാം. എന്നിട്ട് ഇദ്ഖർ പുല്ല് 2 കൊട്ടയിലേക്ക് ചെത്തിവെക്കാ. എന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് നമുക്ക് കടന്നു വരാ. കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാ. ജോലി കൂലിക്ക് നിനക്ക് എന്തെങ്കിലും തരാ. ഇതെന്തിനാണ് തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മണവാട്ടിയായി അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ തരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് കൊടുക്കാൻ ഒരു പത്തിരി ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. പലിശത്തമ്പുരാക്കന്മാരുടെ ആസനം താങ്ങിയിട്ട് അതെ നിന്റെ കല്യാണം മാമാങ്കമായി ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, ആഖിറം മറക്കല്ല മോനെ, പരലോകം മറക്കല്ല പൊന്നു മോനെ. അലി റളിയല്ലാഹു അൻഹു 2 ഒട്ടകത്തെയും കൊണ്ട് ജോലിക്കാരനെയും കൊണ്ട് കമ്പോളത്തിലേക്ക് പോവുകയാ. മക്കയുടെ പർവ്വത നിരകൾ കടന്ന് ഇദ്ഖർ പുല്ലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വരുത്തുകയാ. ഒട്ടകത്തെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ 2 പേരും കൂടിയിട്ട് പുല്ല് ചെത്താൻ വേണ്ടി ചെല്ലുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മണിമാരനതാ പുല്ല് ചെത്തുകയാ. എന്നിട്ട് ഒട്ടകത്തെ തലയിൽ ചുമന്നുകൊണ്ട് ഒട്ടകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് രംഗം നടന്നത്. അല്ലാഹുവേ, ആരംഭ റസൂൽ കൊടുത്ത ഒട്ടകമുണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തെ ആരോ കഴുപ്പുറത്ത് കഷണമാക്കി കൊന്നിട്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുത്ത റസൂലിന്റെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ലോകമറിയുന്നത്. ആ പുല്ലുകെട്ടിറക്കി വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
ഫലം അംലിക ഐനയ ഹീന റഅയ്തു യാ ഹബീബല്ലാഹ്. ആ ഒട്ടകം ചത്തുകിടക്കുന്ന കണ്ടപ്പോ, അതിനെ അറുപ്പറപ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണിനെയും എന്റെ മനസ്സിനെയും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി തങ്ങളേ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നു, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ആഘോഷത്തിന് രംഗത്ത് വരല്ലേ പൊന്നുമോനെ. നീ ചെയ്തത് അല്ലാഹു ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. നീ ചെയ്തത് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്, നിന്നോട് മാത്രമാണ്. പാലോട് മുസ്ലിം ജമാഅത്തിൽ എപ്പോഴും നിസ്കരിക്കാൻ വന്നിരുന്ന 19 വയസ്സുള്ള ഷമീം എന്ന പൊന്നുമോന് ക്യാൻസർ വന്ന് മരിച്ചുപോയത് നിങ്ങളുടെ കൺമുമ്പിൽ മിച്ചല്ലേ. നിങ്ങളുടെ മുന്നിലൂടെ ഓടിച്ചാടി കളിച്ചിരുന്ന എന്താവശ്യത്തിന് ഓടി വരുന്ന മിഥിലാജ് എന്ന പൊന്നുമോൻ പോയത് നിങ്ങളുടെ കൺമുമ്പിലല്ലേ. എത്രയോ എത്രയോ പണം മുടക്കിയിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ നേടിയ നസീബ് എന്ന് പറയുന്ന ആ വേങ്ങോട് എന്ന മഞ്ഞവലയിലേക്ക് വച്ചാലമൂടേക്ക് വരുമ്പോഴുള്ള ആ ചെറിയ വീടിനകത്ത് വരുന്നിരുന്ന നജീബ് എന്ന പൊന്നുമോന് മരിച്ചത് നിങ്ങളുടെ മുമ്പിലല്ലേ. ആരോടാണ് ഞാനിത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാത്ത ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പൊന്നുമോനെ, ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്തോ, ഖുർആൻ ഓദിക്കോ, സദഖ ചെയ്തോ, സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി പരിശ്രമിച്ചോ. നിങ്ങൾക്കറിയോ അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കിടന്നിട്ട് പോലും ദാരിദ്ര്യം തീർന്നില്ല. കഷ്ടപ്പാട് തന്നെയാ, പട്ടിണി തന്നെയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു വേറെ ജീവിതത്തിന്റെ എത്രയോ സമയങ്ങളാ. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാളാണ് ദുൽഫുഖാർ എന്ന് പറയുന്ന വാള്. ഒരിക്കൽ മുഖം മൂടി വെച്ച ഒരാള്, മുഖം മൂടി വെച്ചിട്ടൊരാള് ചന്തയിൽ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്. ആ മുഖം മൂടി വെച്ചയാള് ചന്തയിൽ വന്നിട്ട് പറയുന്നു, ഇത് ദുൽഫുഖാർ എന്ന് പറയുന്ന വാളാണ്, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളാണ്. ഈ വാൾ ആവശ്യമുള്ളവര് വരിക, ഒരു നല്ല തുക തന്നാൽ ഈ വാള് ഞാൻ നിങ്ങൾക്ക് തരാ. ബഹുമാനപ്പെട്ട ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ ആ വാൾ കണ്ടിട്ട് ഓടി വരികയാണ്. അല്ലാഹുവേ, ഇതെന്റെ അലിയാർ ഞങ്ങളുടെ വാളല്ലേ, എന്റെ അലിയാർ ഞങ്ങളുടെ വാളല്ലേ. ആരാണ് ഇതിവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നത്? അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വാളാ. ഒരുപക്ഷെ അലി റളിയല്ലാഹു അൻഹു കാണാതെ കൊണ്ടുവന്നതാണോ, അലി റളിയല്ലാഹു അൻഹു അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? ആ വാളങ്ങോട്ട് വിൽക്കുന്ന മുഖം മൂടി വെച്ച ആളിന്റെ മുമ്പിൽ ഇബ്നു അർഖമിന്റെ പിതാവ് പോയിട്ട് പറഞ്ഞു, ആരടാണ് മുഖം മൂടി അടിക്കുക? ആരടാണ്? എന്റെ അലിയാര് ഞങ്ങളുടെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ മാത്രം മോഷണ വിദഗ്ധനായ നീ ആരാന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോ ആ മുഖം മൂടി മാറ്റിയപ്പോ അല്ലാഹുവേ, അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഇബ്നു അർഖമിന്റെ വിരൽത്തുണ്ട് പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നു, പുറത്തു പറയല്ലേ. ബഹുമാനപ്പെട്ടവരോട് ചലിയേ, നിങ്ങൾ എന്തിനാണ് ചെയ്തത് അലിയേ? ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ റസൂലുള്ളതെന്ന ഈ വാള് ഞാൻ നഷ്ടപ്പെടുത്തൂലാന്ന് പരസ്യമായി പറഞ്ഞ അലിയേ, ഈ വിലപ്പെട്ട വാള് വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടല്ലോ, അതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണം എന്റെ വീട്ടിന്റെ അകത്ത് പട്ടിണിയായിട്ട് 8 ദിവസമായി. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ആരൊക്കെ വന്ന് ചോദിച്ചു, എത്രയോ പണക്കാര് വന്ന് ചോദിച്ചു, എത്രയോ സൗന്ദര്യന്മാര് വന്ന് ചോദിച്ചു, എത്രയോ സമ്പന്നന്മാര് വന്ന് ചോദിച്ചു, മുത്ത് റസൂല് കൊടുത്തില്ലല്ലോ, കൊടുത്തില്ലല്ലോ. ആ പൊന്നുമോള് എന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് 8 ദിവസമായി. കൊച്ചാലം മൂട്ടിലുള്ള പെങ്ങന്മാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? കൊച്ചാലം മൂട്ടിലുള്ള ചെറുപ്പക്കാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാപ്പമാർ എറിഞ്ഞിട്ടുണ്ട്. യുവാക്കളെ, നമുക്ക് ഭക്ഷണം വാരി തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ പട്ടിണിയായിരുന്നു, നമ്മളറിഞ്ഞില്ല. എന്റെ ഉമ്മ പോലും എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ? പൊന്നുപോലെ, ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം വാരി തരുമ്പോ അത് കഴിക്കാൻ അതിനേക്കാൾ ആർത്തിയുള്ള വിശപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കളല്ലേ, അവര് വളരണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാരി തന്നതാണ്. അമ്മമാരെ ഉപ്പമാരെ മറക്കല്ലേ മക്കളെ. അവരെ പൊരുത്തമില്ലാതെ റബീഉൽ നബിദിനമില്ല, ഉംറയില്ല, ഹജ്ജില്ല, നമസ്കാരമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പാവപ്പെട്ട
വാപ്പ, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ദുആ എത്തിച്ചു കൊടുക്കണയല്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലൂടെ ആ കഷ്ടപ്പാട് ദാരിദ്ര്യം അനുഭവിച്ച അലിയാർ ഞങ്ങൾ പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ 8 ദിവസം കൊണ്ട് പട്ടിണിയാ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു ഭർത്താവല്ലേ, ഒരു ഉത്തരവാദിത്വം വേണ്ടേ, ഒരു കാരക്കയുടെ കീറ് പോലും എന്റെ ഫാത്തിമാക്ക് കഴിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് എന്റെ മനോഹരമായ മാൾ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ, നമ്മൾ എത്രയോ സൗഭാഗ്യവാന്മാരാണ് ചെറുപ്പക്കാരാ, നമ്മൾ എത്രയോ ഭാഗ്യവതികളാണ് പെങ്ങളെ. ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട ചെറുപ്പക്കാരാ. കൊച്ചാലമ്മൂടിലെ പ്രിയപ്പെട്ട സംഘാടകർ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പോ നിങ്ങൾ പലരും പല സ്ഥലത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതവർക്ക് പൊട്ടടിക്കാനുള്ളതാണ്, അതവരുടെ പള്ള വിർപ്പിക്കാനുള്ളതാണ്, അതവർക്ക് പേരും പെരുമയും ഉണ്ടാക്കാനുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് 3 പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണം അഭിമാനത്തോടെ അവർ നടത്തിയില്ലേ, അഭിമാനത്തോടെ നടത്തിയില്ലേ, അഭിമാനത്തോടെ നടത്തിയില്ലേ. ഞാൻ ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിനോട് ഇന്ന് വൈകുന്നേരം ചോദിച്ചതാ, പാലോട് പള്ളിയെ കുറിച്ച് ഒരു അഭിമാനത്തോടെ നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഒരു പാവപ്പെട്ട സാധുവാറ് പെൺകുട്ടിയുടെ കല്യാണമോടെ സ്വലാത്ത് വാർഷികത്തിന് നടത്തിയപ്പോ പിന്നെ നടത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, പിന്നെ അതിനെ കുറിച്ചൊരു ഒരു ആലോചന വന്നില്ല, ഒരു ചർച്ച വന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു, സാറേ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ, ഒരു പേരിന് വേണ്ടിയിട്ടല്ല, സാധുക്കളായ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കൊച്ചാലമ്മൂട് വന്നിരിക്കുന്നവര് ചിലപ്പോ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഒരു പണമുള്ളയാളിന്റെയും ഒരു പണമില്ലാത്ത ആളിന്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ. പണമുള്ള ആൾ ആരും അറിയുമോ? കിളിമാനൂർ ആത്മഹത്യ ചെയ്തുപോയ പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ട് ആ കുടുംബത്തിന്റെ സങ്കടം കൂട്ടുന്നില്ല, അതിനെനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം അവരെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമയം കളയുന്നതല്ല. ഒരു ഗുണപാഠത്തിന് വേണ്ടി പണത്തെ ബഹുമാനിക്കുന്നവരോട്, പണം ഇഷ്ടപ്പെടുന്നവരോട് ശരീരം നിറച്ച് സ്വർണ്ണാഭരണങ്ങളിട്ട് കൊച്ചാലമ്മൂടിലൂടെ മഞ്ഞമലയിലൂടെ പോത്തങ്കോടോട് ഞാനാണ് ഏറ്റവും വലിയ കോടീശ്വരിയെ ചമഞ്ഞ നടക്കുന്ന പെണ്ണ്, നീ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. കിളിമാനൂർ കുടുംബത്തിൽപ്പെട്ട ആത്മഹത്യ ചെയ്ത പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ പൊന്നാരയിത്തയുണ്ടല്ലോ, ആ ഇത്താക്ക് പണത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? ഗൾഫിൽ ഭർത്താവ് നടത്തുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ടല്ലോ, സാമ്പത്തികത്തിനൊരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ ചില സാങ്കേതികമായ തകരാറുകൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ തകരാറ് വന്നപ്പോ മനസ്സിന്റെ അകത്തേക്ക് ഇബ്ലീസ് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് നീ തരല്ലേ അല്ലാ. മനസ്സിന്റെ അകത്ത് ഇബ്ലീസ് കടന്നു വന്നപ്പോ ആ ഉമ്മ വിചാരിച്ചതെന്തെന്നറിയോ? 3 മക്കളെയും കൊന്നിട്ട് മരിച്ചു കളയുക. പറഞ്ഞ പോലെത്ര എളുപ്പം, പറഞ്ഞ പോലെത്ര പെട്ടെന്ന് കഴിഞ്ഞു. 20 കൊല്ലമായി ഉസ്താദേ ഒരു കുഞ്ഞുണ്ടായില്ല, ദുആരക്കണം. എത്ര ആളുണ്ട് പറയാൻ? 25 കൊല്ലമായി ഉസ്താദേ കുഞ്ഞുങ്ങളെ കാണുമ്പോ ചങ്കുപൊട്ടുകയാണ്. എനിക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നില്ല. എത്രയോ ആളുകളുണ്ട്, ഏത് മക്കാമ് കണ്ടാലും പോയി ദുആരക്കും, ആര് സ്വതക്ക ചോദിച്ചാലും കൊടുക്കും, ഏത് പള്ളിയിലും ദുആ ചെയ്യാ പൈസ കൊടുക്കും. അല്ലാഹുവേ, ഏത് ഡോക്ടറുടെ പേര് പറഞ്ഞാലും പോയി കാണിക്കും ഒരു കുഞ്ഞിന് വേണ്ടി. കുഞ്ഞിന്റെ വിലയേറിയില്ലല്ലോ. ഇബ്ലീസ് മനസ്സിന്റെ അകത്ത് കിടന്നാ പിന്നെ വേറെന്താണ് ചിന്തിക്കുക? 2 വയസ്സുള്ള പൊന്നുമോളെ എങ്ങനെയാണ് പുഴയിലേക്ക് എറിയാൻ തോന്നുക? ഞാനിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്നും പ്രസംഗമുണ്ടോ എന്ന് എന്റെ പൊന്നുമോ ചോദിച്ചു. ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ കിട്ടിയ ദിവസം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമ്മൂട് നജീബ് ഉൾപ്പെടെയുള്ള കൂട്ടുകാരോടുള്ള മഹബത്ത് കൊണ്ട് ആ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ മക്കളെ പോലും മറന്ന് 2-3 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചത് എനിക്കും അല്ലാഹുവിന്റെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്ന് നിയത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവേ, 2.5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോളെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ പെണ്ണ് വന്നല്ലോ. 7 വയസ്സുള്ള 6 വയസ്സുള്ള 2 ആൺമക്കളെയും കൊണ്ടുവന്നു. മക്കളെ, ഉമ്മച്ചി ആദ്യം വാവയെടുത്ത് പുഴയിലേക്ക് എറിയും, അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചാടും, പിന്നെ മക്കളെ നിങ്ങളും ചാടണം. ഇനി നമുക്ക് ജീവിക്കണ്ട മക്കളെ, നമുക്ക് ജീവിക്കണ്ട മക്കളെ. ജീവിതത്തിൽ വെള്ളം കണ്ടാ പേടിക്കുന്ന ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ.
കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹമാണ് പെങ്ങളെ, കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ആ 2.5 വയസ്സുള്ള കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞത് ദാരിദ്ര്യം കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, കഷ്ടപ്പാട് കൊണ്ടല്ല. എന്റെ കൊച്ചാല ബുദ്ധിമുട്ടുണ്ടോ ഈമാൻ നഷ്ടപ്പെട്ടു പോരപ്പം മനസ്സും തകത്തേക്ക് ഇബ്ലീസ് കടന്നു എന്നിട്ട് നിർബന്ധിച്ചതാ. ആ കുഞ്ഞിനെ എന്നിട്ട് കൂടെ ഉമ്മയും ചാടി, ആ മക്കള് ചാടിയില്ല. അവര് പേടിച്ചു പോയി. ആളുകൾ കണ്ടിട്ട് ആ മക്കളെ രക്ഷപ്പെടുത്തിയല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയില് 21 വയസ്സുള്ള വികലാംഗയായ പെണ്ണുമോൾ ആത്മഹത്യ ചെയ്തതെന്തിനാ? വാപ്പയാണ് അവരെ നോക്കിയത്. വികലാംഗയായ മോളും വികലാംഗനായ മോനും. അല്ലാഹുവേ, വാപ്പച്ചിയാണ് നോക്കിയത്. വാപ്പ നെഞ്ചുവേദന വന്ന് മരിച്ചപ്പോ 21 വയസ്സുള്ള പൊന്നുമോള് കഴുത്തിൽ കുരുക്കിടുകയാണ്. എന്നിട്ട് കത്തെഴുതി വെച്ചു, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല. അവിടെ പറയാൻ ചെറുപ്പക്കാരുണ്ടായില്ല. കൊച്ചാലമ്പൂത്തിലെ സഹാര സമിതിയെ പോലെ ഞങ്ങളുണ്ട് പെങ്ങളെ, ഞങ്ങളുണ്ട് പെങ്ങളെ. വാപ്പ മരിച്ച യതീമിന് ഞങ്ങളുണ്ട്, ഞങ്ങൾ ഭക്ഷണം തരാ, ഞങ്ങൾ വീട് തരാ, ഞങ്ങൾ കെട്ടിക്കാ സ്വർണം തരാ, ഞങ്ങൾ ജോലി തരാ. അങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള ആൺമക്കളില്ലാതെ പോയ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് 21 വയസ്സുള്ള പൊന്നുമോള് കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യക്ക് മുമ്പ് എഴുതി വെച്ചു, എന്നെ നോക്കാനാടില്ല, ഞാൻ വികലാംഗയാണ്. കാമവെറിയന്മാരുടെ കാലഘട്ടത്തിൽ എന്റെ ശരീരം കടികന്മാരെ പോലെ കുത്തിവലിച്ചു കൊണ്ടുപോകുന്ന ആഭാസന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാ എന്ന് പറഞ്ഞിട്ട് ആ വികലാംഗയായ പെണ്ണുമോൾ ആത്മഹത്യ ചെയ്യുമ്പോ നടക്കാനായാത്ത ആ മയ്യത്തിന്റെ കാലിൽ പിടിച്ച് തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പെങ്ങളെ ഞാനും കൂടി വരട്ടെ, ഞാനും കൂടി വരട്ടെ. അപ്പോഴാണ് അവിടെ വളർന്ന ചെറുപ്പക്കാർക്ക് ബോധമുണ്ടായത്. ഇന്ന് ആ വികലാംഗരായ ചെറുപ്പക്കാരൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ മുമ്പിൽ പിരിവെടുത്തിട്ട് ഒരു ചെറിയ കടയിട്ട് കൊടുത്തിരിക്കുകയാ. സോഡ നാരങ്ങ വെള്ളം കൊടുത്തിട്ട് മിഠായി കച്ചവടം നടത്തിയിട്ട് സിഗരറ്റ് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ടവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് രാജ്യമേ തീരുമാനിച്ചില്ല? ഒരപകടം നടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കൊച്ചാലമ്മൂട്ടിലെ ചെറുപ്പക്കാരോ, നൗഷാദുബാക്കവിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്റെ ദുആവുണ്ട് പൊന്നുമോനെ. ഞാനെവിടെ പോയാലും മറക്കൂല. നിങ്ങൾ ഈ കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന വാത്സല്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പുതിയ പദ്ധതി എന്തെന്നറിയോ? എന്റെ കൊച്ചാലമ്മൂട് വന്നിരിക്കുന്നവരറിയുന്നത് നല്ലതാ. എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, എത്രയോ സംഘടനകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. ആരും ചെയ്യാത്ത ഒരു വലിയ പദ്ധതിയുമായി, ലക്ഷക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് വരുന്ന പദ്ധതിയുമായി ഓട്ടോടിക്കുന്ന പാവപ്പെട്ട സംഘാടകർ, വിദ്യാർത്ഥികളായ സംഘാടകർ, കഷ്ടപ്പെടുന്നവർ, കടം കൊണ്ട് വലയുന്നവർ. എന്നാലും കുഴപ്പമില്ല, അല്ലാഹുവിന്റെ കോടതിയുടെ രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുകയാ. ഒരു 3-4 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കലാ. കിടക്കാടമില്ല മക്കള്, മഴ പെയ്യുമ്പോ പേടിയാവുകയാ. പൊട്ടിക്കരന്നുകൊണ്ടാ കഴിയുന്നത്, വാടക കൊടുക്കാൻ പോലും തികയുന്നില്ല എന്ന് പറഞ്ഞ് വീടെന്ന് പറയുന്ന വലിയ സ്വപ്നം മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ഉമ്മയോട് വരെയെന്ന വാക്ക് കൊടുത്തിരിക്കുകയാ. ഉമ്മ, ഞങ്ങൾ വീട് വെച്ച് തരാം ഉമ്മ. 3 സെന്റ് സ്ഥലം ഒരു പഞ്ചായത്ത് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു ഗവൺമെന്റ് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു കോടീശ്വരം പോലും ഇന്ന് വരെ ചെയ്യാത്ത ആ ഒരു വലിയ കാരുണ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കൊച്ചാലമ്മൂട്ടിലെ മക്കൾ ഇറങ്ങിയിരിക്കുകയാ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിയൂലെന്ന് എനിക്കറിയാം. അതൊന്നും നിങ്ങളോട് ഔഷാറുവാക്കൾ ചോദിക്കുന്നില്ല. നിങ്ങൾ കൊടുക്കുകയും കൊടുക്കാതിരിക്കുന്നതും അല്ലാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധമനുസരിച്ചാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിഷയത്തിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ പാലിച്ചു അല്ലോ എന്ന് ഉറപ്പിക്കാതെ എഴുന്നേറ്റ് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ എല്ലാം കുടുംബജീവൻ അള്ളാഹു റാഹത്തിലാക്കട്ടെ. അൽഹംദുലില്ലാ. ആ 4 കാര്യം, 4 കൂട്ടരാരാണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒത്തിരി സമയമായി, ഇത്രയും നേരം വാതു പറയണമെന്ന് ആഗ്രഹിച്ചല്ല സ്റ്റേജിൽ കയറിയത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളുടെ ഗൗരവവും വിഷയത്തിന്റെ വലിപ്പവും മനസ്സിലാക്കി അല്പം നീണ്ടുപോയി. എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 1 കളവ് പറയുന്നവരുമായി കൂട്ടുകൂടാനേ പാടില്ല മോനെ, കാരണം നിന്റെ പരലോകത്തെ അത് നഷ്ടപ്പെടുത്തുമെന്നാണ്. കളവ് പറയുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു മനുഷ്യനെ വഞ്ചിക്കലാണ്, പറ്റിക്കലാണ്, അള്ളാഹുവിനെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നാവ് എന്തും പറയാൻ ഉള്ള ഒരു സാധനമായിട്ട് നാം കാണരുത്.
സഹോദരിമാര് സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ജീവൻ റൂഹ് പിരിയുന്ന ടൈമിൽ അത് പറയണമെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം അത്ര വലുതാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. രണ്ടാമത് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, തന്റെ പ്രിയപ്പെട്ട മക്കളോട് മകനോട് സമയം പാഴാക്കുന്നവരോട് പിന്നെ കൂട്ടുകൂടാൻ പാടില്ല. സമയം പാഴാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഗെയിം കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, വെറുതെ കടയിൽ വന്നിരിക്കുക, അതിനൊക്കെ ഒരു ടൈമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നമുക്കത് വലിയ നഷ്ടമാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ 4 ആൺകുട്ടികളാണ്, 4 മക്കളാണ്. അതിൽ 3 മക്കൾക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ഉസ്താദ് എന്താ പോകുമ്പോ വേണ്ടത്, എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞൊക്കെ തരും. അതില് എന്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി ടാബ് വാങ്ങിയത്. എല്ലാവർക്കും ഇപ്പൊ ടാബാണ് വലിയ ഇഷ്ടം. ഇരിക്കട്ടെ ഉസ്താദ് എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പണ്ട് ദീപാവലിക്ക് ഒരു പടക്കം വാങ്ങാൻ വേണ്ടി എന്തൊക്കെ വാപ്പാരെ നടിച്ചു മാറ്റിയെന്നുള്ള പോലെ അന്നൊന്നും ആരും ഒന്നും വാങ്ങിച്ചില്ല. അന്ന് നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അന്ന് കിട്ടിയ ആ ടാബ് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. മക്കളൊന്നോ പൊന്നാരെ വാപ്പച്ച് കവളിൽ മുത്തണ ഒരു ബഹളമായിരുന്നു. 1 മാസം അത് കയ്യിൽ വെച്ച് പ്രവർത്തിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴും തന്നെ ഏകദേശം അവരുടെ ജീവിതത്തിലെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശക്തിയാണത്. നമ്മളെ നശിപ്പിക്കും എന്നുള്ളൊരു ഒരു സംശയം വേണ്ട. സർവ്വ മക്കളെ നശിപ്പിക്കും. ഗെയിം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടുവരിക, മറ്റൊരാൾ ഇടിക്കുന്ന ഗെയിം, വെടിവെച്ച് കൊല്ലുന്ന, ഇതൊക്കെയാണ്. അവരിങ്ങനെ ആലോചിക്കും, ഒരെണ്ണം വെച്ചു കൊടുത്താൽ വാപ്പ അങ്ങ് തീർന്നനെ. അങ്ങനെ ചിന്തിക്കും. ഈ മനസ്സിനകത്ത് വിഷം വളർന്നു വരും. വലിയ അപകടമാണ്. നമ്മൾ വിചാരിക്കും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ കരയുമ്പോൾ ഇവിടെ അവിടെ പോയില്ലടാ, കാണാൻ സമ്മതിക്കില്ല, എന്നാ ഉമ്മച്ചിയുടെ മൊബൈലാണ്. അപ്പൊ മൊബൈൽ എടുത്തു കൊടുക്കും. മൊബൈലും കൊണ്ട് അവിടെ പോയിരിക്കും, നമ്മൾ സീരിയലും കണ്ടുകൊണ്ടിരിക്കും. അവന്റെ ജീവിതം പോയി, നമ്മളെ ജീവിതം പോയി. ഇത് രണ്ടും തീരും. അപ്പൊ അതുകൊണ്ട് ആ 3 മൊബൈലും വലിച്ചു പൊട്ടിച്ചു, തറയിലിട്ട് കൊടുക്കും. കാരണം മാറ്റി വെച്ചാൽ അവന്മാര് എന്റെ മക്കളല്ലേ, എവിടെ വെച്ചാലും അവന്മാർ അടിച്ചു മാറ്റും. വല്ലാഹി പൊട്ടിച്ചപ്പോ തൻസീർ ഉണ്ടായിരുന്നു അവിടെ. തൻസീർ വലിയ മൊബൈലോടെയൊക്കെ വേങ്ങോട്ട് ഇട്ട് ആകെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ചെയ്യും, അടയ്ക്കാനും വയ്യ, തുറക്കാനും വയ്യ, ആകെ പ്രശ്നത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഉസ്താദേ എന്റെ കടയിൽ കൊണ്ടൊന്ന് വിറ്റിരുന്നെങ്കിൽ എന്തായാലും ഒരു 10,000 രൂപ നീ കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പോയിക്കോ. അങ്ങനെ കൊണ്ടുപോയി ബോഡിയൊക്കെ തട്ടി റെഡിയാക്കി ഒട്ടിച്ചൊക്കെ അവിടെ വെച്ചിരിക്കണം എന്ന് തോന്നുന്നു. അതിന് വാങ്ങിക്കണമെങ്കിൽ അവന്റെ വണ്ടയ്ക്ക് തന്നെ. അപ്പൊ ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ അല്ലേ, നമ്മുടെ മക്കളുടെ മനസ്സ് മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അവരുടെ ആ വിഷമം നമ്മൾ മാറ്റി കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു 3ാമത് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുത്തു, പിശുക്കന്മാരോട് കൂട്ടുകൂടാൻ പാടില്ല. 3 മണിക്കൂർ വാത് പറഞ്ഞ ഇന്നത്തെ സദസ്സില് ഇത്രയും കരഞ്ഞ് ഈ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 1 രൂപ ബക്കറ്റിലിടാത്ത ചില ആളുകൾ ഇതിന്റെ ഇടയിലുണ്ടാവും. ആലോചിച്ച് നോക്കിയേ, അവന്മാരെ എന്തിനു കൊള്ളാം? കുറ്റപ്പെടുത്തല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോ എല്ലാരും നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാവരും കാര്യമായിട്ട് സഹായിച്ചു, അൽഹംദുലില്ലാ. കൊടുക്കാത്തവർക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സ് അലിഞ്ഞില്ലെങ്കിൽ, പാറ തോക്കുന്ന മനസ്സാണെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാമെന്ന് സ്വയം ചിന്തിക്കണം. അപ്പൊ ബാക്കി എല്ലാവരും കൊടുക്കട്ടെ, ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നാൽ ഇനിയുള്ള മജ്‌ലിസുകളിലെങ്കിലും അത് മാറ്റണം. ബക്കറ്റിലെങ്കിലും നമ്മളൊരു 10 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടൂലോ. ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്നതായതുകൊണ്ടാണ് ഈ ഗൗരവമുള്ള കാര്യം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 4ാമത്തെ വിഷയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അധർമ്മകാരികളുമായി കൂട്ടുകൂടരുത്. അധർമ്മകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ധർമ്മമല്ലാത്തത് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ശബരിമല സീസണാണ്. ധർമ്മോ രക്ഷിതി രക്ഷിത, ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ അണികളാണ്. ചെരുപ്പില്ലാതെ മലയ്ക്ക് പോകുന്ന, ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹൈന്ദവ മതത്തിന്റെ വേദം അംഗീകരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഉച്ചാലമൂട് മഞ്ഞവലയിലും ഒക്കെ. അപ്പോ ധർമ്മം നമ്മൾ ചെയ്യുക, നല്ലത് ചെയ്യുക, എപ്പോഴും ചീത്ത വിളിക്കുക, എപ്പോഴും കള്ളു കുടിക്കുക, എപ്പോഴും മോശത്തരം മാത്രം പറയുക, അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടിയ നമ്മളും അവരെ പോലെ ആയിപ്പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, പടച്ചതമ്പുരാൻ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന നല്ലൊരു സദസ്സാക്കട്ടെ. ദുആരക്കാൻ പോകുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചരിത്രം പഠിച്ച് വഫാത്ത് പറഞ്ഞ, ഹൈബറും ബദറും ഒക്കെ പറഞ്ഞ ഈ പുണ്യ സദസ്സിൽ ഒരുപാട് മദ്ഹ് പാടി, ഒരുപാട് ചരിത്രം പറഞ്ഞു. അൽഹംദുലില്ലാ, അതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സമയം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏറെ പറയാനുണ്ട്, സമയം ഏറെ വൈകി. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പുണ്യകർമ്മം, ഒരു അമലായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാന്റെ റസൂലിന്റെ അടുത്തിരിക്കുമ്പോൾ വഹിയുമായിട്ട് എന്ത് വഹിയുണ്ടെങ്കിലും ജിബ്രീൽ വന്ന് പറയും. പക്ഷേ വഹിയല്ലാത്ത അവസ്ഥയിൽ ഒരു മലക്ക് പ്രവാചകരുടെ മുന്നിലേക്ക് വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഈ മലക്ക് എന്തിനാണ് ഇപ്പൊ വന്നത്? അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ഇത് ഒരു പ്രത്യേക കാര്യം അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ എന്താണ് ആ കാര്യം? ആ വന്ന മലക്ക് പറഞ്ഞു, അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. ആ 2 പ്രകാശം വിശ്വാസികളുടെ ജീവിതത്തിൽ ദുആ സ്വീകരിക്കുന്നതിന് ഒരു കാരണമാണ് എന്ന് പറയാൻ പറഞ്ഞു. ആ 2 പ്രകാശം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മലക്കിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ 2 ഭാഗമാണ് പറഞ്ഞത്. ആ 2 ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് നിങ്ങൾ ബന്ധപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ ദുആകളിൽ, നിങ്ങളുടെ അമലുകളിൽ ആ 2 ഭാഗത്തെ ബന്ധപ്പെടുത്തി വെച്ചാൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് ഒരു 90% സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലാഹു സ്വീകരിക്കണം. മജ്ലിസുകൾ ദുആ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രഭാഷണവും പ്രസംഗവും ഈ മേഖലയൊക്കെ ഇങ്ങനെ നിന്ന് പോവാ. അപ്പൊ നിങ്ങൾ ഇത്രയും ആളുകളുടെ ദുആ അതിനൊരു വലിയ ബറക്കത്തും പുണ്യവുമാണ്. ഈ 2 പ്രകാശം മുത്ത് റസൂലിന് അല്ലാഹു കൊടുത്ത 2 പ്രകാശം, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ നമ്മൾ ഇന്നും ഓതി ഒരു ദുആ നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് കട്ടിലിരുന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. മക്കളെ അത് ശീലിപ്പിക്കണം. വേറൊന്നും ഉണ്ടാവൂല നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എൻ്റെ കണ്ണ് വയ്യാതെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ മൂത്തവൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കണ്ണ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ദുനിയാവിലല്ല മോനെ ചോദിക്കേണ്ടത്, മരണപ്പെട്ട് നമ്മെ കവറിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ തോന്നണം, പാപ്പാക്ക് ഇപ്പോൾ വേദന ഉണ്ടാവോ, മലക്കൾ വന്നിട്ടുണ്ടാവോ, അള്ളാഹു ഇനി നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. ആ ഒരു ആശങ്ക നമ്മുടെ മക്കളുടെ കൽബിലുണ്ടെങ്കിൽ ദുആ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് ആമന റസൂലു ബിമാ ഉൻസില എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയൊരു സംഭവം അല്ലത്. വലിയ ഇഷ്ടമാണ് പടച്ചവന്. ഫാത്തിഹന്റെ കൂടെ അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ വലിയ നേട്ടമാണ്. ഇതൊക്കെ നമ്മൾ ഓതുന്നത് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മൗലിദ് ഉണ്ടായിരുന്നു, അന്ന് ഘോഷയാത്ര ഉണ്ടായിരുന്നു, അന്ന് മിഠായി കൊടുത്തോ, അന്ന് ജഡ്ജസ് മാർക്കിടാൻ പോയോ, അന്ന് തോരണം കിട്ടിയോ എന്ന് ചോദിച്ച് വിഡ്ഢികളെ പോലെ സമയം കളയാതെ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഈ ആഘോഷം എനിക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ള ഒരു വിശ്വാസമാണ്, എൻ്റെ മുത്ത റസൂലിനെ സമർപ്പിക്കാനുള്ളതാണെന്ന പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ പറയും, മരിച്ച ദിവസമല്ലേ റബീഉൽ അവ്വൽ 12, അന്ന് എങ്ങനെ മുട്ടായി കൊടുക്കും? നിങ്ങൾ ചിന്തിച്ചു, എത്ര വിഡ്ഢിത്തരമാണ്. ഒരാളും മരിച്ചാൽ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസം 10 ദിവസം ഇരിക്കും. ബാക്കി ആര് മരിച്ചാലും, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ട മക്കൾക്ക് ശിക്ഷയുണ്ട് അല്ലാഹുവിന്റെ കോടതി. ചെറിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കരഞ്ഞോണ്ട് നടന്നാൽ മതി, ജീവിക്കണ്ടേ. അപ്പോ അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. മരിച്ചാൽ സങ്കടപ്പെടേണ്ടത് ആകെ 3 ദിവസമാണ്. അല്ലാതെ കാലാകാല റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞിട്ട് ആണ്ട് നേർച്ച നടത്തിയിട്ട് പൊട്ടിക്കരാനല്ല ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ മരിക്കുമ്പോ ആണ്ട് നടത്തിയിട്ട് യാസീനും മൗലൂദും സ്വലാത്തും ഓതി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പാടെ കാര്യം പറയുമ്പോ കരയും. അതല്ലാതെ അതൊരു ദുഃഖ ആചരണമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നു, സാധാരണ ആളുകളുടെ ക്വാളിറ്റി വെച്ചിട്ട് ഒരിക്കലും റസൂലുള്ളാഹിയെ കുറിച്ച് ചർച്ച നടത്തരുത്. അത് ഈമാൻ ഇല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് കുറെ ആളുകൾ മൗലിദ് ഓതുന്നതിന് തെളിവുണ്ടെങ്കിൽ 1.5 ഏക്കർ വസ്തു ഞാൻ എൻ്റെ വീട്ടിന്റെ താഴെ നിന്ന് എഴുതി തരാം, എൻ്റെ വാപ്പ വാങ്ങിയിട്ടിരിക്കല്ലേ വീട്ടിന്റെ താഴെ, കണ്ടോ എൻ്റെ വസ്തു എഴുതി കൊടുക്കാൻ. എന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തട്ടിക്കളിക്കാനുള്ള ബോളല്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. മദീനയിൽ ഒരു സൂഫിയായ മനുഷ്യനുണ്ട്, 15 വർഷം കൊണ്ട് അവിടെ താമസിക്കും. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ മദീനയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. അതിന്റെ നിറമെന്തെന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് ഉസ്താദെ, പിന്നെ നോക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ കഴിയല്ലേ, എത്ര സന്തോഷമാണ്, കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഈ മണ്ണിൽ നിന്നും മുഖം ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് നോക്കുന്നത് പോലും എനിക്ക് പേടിയാണ്.